സോക്കിയ സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് അസോസിയേഷൻ UAE 2011 മുതൽ UAE നിലവിൽ വന്ന യൂത്ത് അസോസിയേഷൻ സംഘടനയാണ് സോക്കിയ. അഭിവന്ദ്യ തിരുമേനിമാരുടെ നിർദ്ദേശമനുസരിച്ച് UAEയിലുള്ള യൂത്ത് അസോസിയേഷൻ അത് ഏറ്റെടുക്കുകയും ഇന്നും അതിൻ്റെ ജൈത്രയാത്ര തുടരുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഈ വർഷം വെല്ലുവിളികൾ നിറഞ്ഞ കുറെ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോക്കിയ ഈ വർഷം ഒരു ടാലന്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ഈ സാഹചര്യത്തിൽ അത് ഓൺലൈനിലൂടെ മാത്രമാണ് ഈ മത്സരം സംഘടിപ്പിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചത്. ഈ ടാലന്റ് ഫെസ്റ്റ് യൂത്ത് അസോസിയേഷൻ സംഘടിപ്പിച്ചെങ്കിലും അവർ പ്രായഭേദമന്യേ ആർക്കും ഇതിൽ പങ്കെടുക്കാവുന്ന ഒരു അവസരമാണ് ഒരുക്കിയത്. അത് പ്രത്യേകം ശ്രദ്ധേയവും അഭിനന്ദനം അർഹിക്കുന്നതുമാണ്. ഇത്തവണ ഈ ടാലന്റ് ഫെസ്റ്റ് നടത്തി അതിൻ്റെ മത്സരത്തിൻ്റെ ഫലങ്ങൾ പ്രഖ്യാപിക്കുവാൻ പോവുകയാണ്. ഇത്തവണ നടന്ന ഈ ടാലന്റ് ഫെസ്റ്റിന്റെ പേരെന്തായിരുന്നു മിക്കി? ഈ വർഷത്തെ സോക്കിയ ഫെസ്റ്റിന്റെ ടൈറ്റിൽ നെയിം വാസ് മൗഹബ്സോ. ഈ സുറിയാനി പദത്തിന്റെ അർത്ഥം ടാലന്റ് എന്നാണ്. ഓക്കെ, മൗഹബ്സോ 2020 സോക്കിയ അവതരിപ്പിച്ച മൗഹബ്സോ 2020യുടെ മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിക്കുന്ന ഈ സുദിനത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. മിക്കി, ഏതിന്റെ ഫലമാണ് ആദ്യം പ്രഖ്യാപിക്കാൻ പോകുന്നത്? എലക്യൂഷൻ സബ് ജൂനിയേഴ്സ് ആയാലോ? ലെറ്റ്സ് വെൽക്കം റെവറൻഡ് ഫാദർ അജോഷ് കെ ജോസഫ്, സെന്റ് മേരീസ് ജാക്കോബൈറ്റ് സിറിയൻ കാത്തീഡ്രൽ, കാലിക്കറ്റ്. As Dr. APJ Abdul Kalam says, united minds of the youth is the most powerful resources in the world. Syrian Orthodox Christian Youth Association UAE സോണന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടത് മെഹബൂസു സീസൺ 1 യുവ മനസ്സുകളെ ഉണർത്താൻ പറ്റിയ ഒന്നായതിൽ അതിന്റെ അണിയറ പ്രവർത്തകർക്ക് പ്രസിഡന്റ് അഭ്യന്തര ഐസക് സാദിസ് തിരുമേനി, വൈസ് പ്രസിഡന്റ് ഫാദർ തോമസ് ജോളി, സെക്രട്ടറി ജിത്തു കുര്യൻ എന്നിവരെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നു. സബ് ജൂനിയർ വിഭാഗത്തിൽ അനുസരണം എന്ന വിഷയത്തിൽ പ്രസംഗിച്ച എല്ലാവരും ഉന്നത നിലവാരം കൊണ്ട് ശ്രദ്ധേയരാണ്. ആ മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിക്കുകയും ഫസ്റ്റ് പ്രൈസ് ലിയോണ ജോഷുവ, സെന്റ് ജോൺ ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ അലൈൻ. അതേ വിഭാഗത്തിൽ തന്നെ 2 ഒന്നാം സമ്മാനങ്ങളാണുള്ളത്. ജൂഡിത് ബോബി, സെന്റ് ജോൺ ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ അലൈൻ. സമ്മാനം നേടിയിരിക്കുന്നത് മെബിൻ സോബി, സെന്റ് ജോർജ് ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ അലൈൻ. അതേ വിഭാഗത്തിൽ 2 രണ്ടാം സമ്മാനങ്ങളാണുള്ളത്. ഇസ്ലാം മറിയം ജോർജ്, സെന്റ് ജോർജ് ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്, റസൽ ഖൈമ. മൂന്നാം സമ്മാനം നേടിയിരിക്കുന്ന 2 പേരാണ് ജോൺ വർഗീസ് ജേക്കബ്, സെന്റ് മേരീസ് ജാക്കബൈറ്റ് സിറിയൻ സൂനോറോ പാട്രിയാർക്കൽ കത്തീഡ്രൽ ഷാർജ, ജോന എൽദോസ്, സെന്റ് ജോർജ് ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ അലൈൻ. വിജയികൾക്കുള്ള എല്ലാ അഭിനന്ദനങ്ങളും നന്മകളും ആശംസിക്കുന്നു. വീണ്ടും ക്രിസ്തുവേശുവിന്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ പരിപാടികളുമായി വീണ്ടും കടന്നു വരുവാൻ യൂത്ത് അസോസിയേഷന്റെ എല്ലാവരെയും ഹൃദയപൂർവ്വം ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആദ്യത്തെ ഫലം കേട്ടുവല്ലോ അല്ലെ? എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ സബ് ജൂനിയർ വിഭാഗത്തില് ഒത്തിരി കുട്ടികളാണ് മത്സരത്തിനായിട്ട് മുമ്പോട്ട് വന്നത്. ഒത്തിരി സന്തോഷം തോന്നുന്നു ആ കുട്ടികളുടെ പ്രകടനത്തിലും. അതുപോലെ തന്നെ അവർ ദൈവവചനങ്ങൾ നമ്മിലേക്ക് എത്തിച്ചതുമെല്ലാം കാണുമ്പോൾ എല്ലാ വിജയികൾക്കും ഞങ്ങൾ അഭിനന്ദനം നേരുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കുമുള്ള ഞങ്ങളുടെ പ്രത്യേക അനുമോദനങ്ങളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. Reverend Father Ajosh K. Joseph, thank you very much for announcing the results. Next item നമ്മൾ ഏതിന്റെ പ്രഖ്യാപിക്കാൻ പോകുന്നത്? ഇപ്പോൾ കഴിഞ്ഞത് സബ് ജൂനിയർ അല്ലേ? അതെ. ഇനി എലക്യൂഷൻ ജൂനിയേഴ്സ്
ജൂനിയർ വിഭാഗത്തിന്റെ എലക്യൂഷന്റെ മത്സരത്തിന്റെ ഫലമാണ് ഇനി പ്രഖ്യാപിക്കുവാനായിട്ട് പോകുന്നത്. അത് പ്രഖ്യാപിക്കുന്നത് റവറൻ ഫാദർ സാബു പാറയ്ക്കൽ, മോർ ഇഗ്നാത്തിയോസ് ബാവാപ്പള്ളി മേക്കാട്, അങ്കമാലി ഭദ്രാസനത്തിലെ ഈ വൈദികനെ ഞങ്ങൾ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ് ഇതിന്റെ ഫലം പ്രഖ്യാപിക്കുവാനായിട്ട്. എലക്യൂഷൻ ഫോർ ജൂനിയേഴ്സ്. നമസ്കാരം, ഞാൻ ഫാദർ സാബു പാറയ്ക്കൽ, സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് അസോസിയേഷൻ UAE സോണലിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഓൺലൈൻ ടാലൻറ്റ് ഫെസ്റ്റ് 2020 മൗഹബ്സോ സീസൺ 1 ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രസിഡന്റ് അഭിമന്യ ഐസക് മാർ ഒസ്താത്യോസ് തിരുമേനിയോടും വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തോമസ് ജോളി അച്ഛനോടും സെക്രട്ടറി ശ്രീ ജിത്തു കുര്യനോടും ബന്ധപ്പെട്ട എല്ലാ ഭാരവാഹികളോടും നന്ദി പറയുന്നു. എൻ്റെ ചുമതല ജൂനിയർ പ്രസംഗ മത്സരത്തിൽ വിജയികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രസംഗങ്ങളും നല്ല മെസ്സേജ് ഉൾക്കൊള്ളുന്നതായിരുന്നു. പങ്കെടുത്ത എല്ലാവരെയും ഈ സമയം അഭിനന്ദിക്കുകയാണ്. ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ലിയാൻസ ജോഷ്യ, സെന്റ് ജോർജ് ജാക്കോബിൻ സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ, അലൈൻ. സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ജോവാന ബോബി, സെന്റ് ജോർജ് ജാക്കോബിൻ സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ, അലൈൻ. തേർഡ് പ്രൈസ് 2 പേർക്കാണ്. നെവിൽ മാത്യു തോമസ്, സെന്റ് മേരീസ് ജാക്കോബിൻ സിറിയൻ സൂനോറോ പാത്രിയർക്കൽ കത്തീഡ്രൽ, ഷാർജ. രണ്ടാമത്തെ ആള് സോജി അന്ന സജി, സെന്റ് ജോർജ് ജാക്കോബിൻ സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ, അലൈൻ. Thank you all and God bless. ജൂനിയർ ടീം വിന്നേഴ്സിന് ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. നല്ലൊരു കോമ്പറ്റീഷൻ ആയിരുന്നു ഈ പ്രാവശ്യത്തേത്. ഈ ജൂനിയർ വിഭാഗത്തിന്റെ മത്സരഫലം പ്രഖ്യാപിച്ച റവറൻ ഫാദർ സാബു പാറയ്ക്കലിനോടുള്ള നന്ദിയും ആദരവും ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു റവറൻ ഫാദർ സാബു പാറയ്ക്കൽ. ഇനി അടുത്തതായിട്ട് ഏതിന്റെ റിസൾട്ടാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്? Next item is elocutions, senior team. Let's welcome Reverend Father Bijoy Arakudi, St. Thomas Jacobite Church, Irumamunda, Calicut. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് അസോസിയേഷൻ UAE മേഖലയുടെ ഓൺലൈൻ ടാലന്റ് മഹുബ്സോ സീസൺ 1 ഫലപ്രഖ്യാപനം നടത്തുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ ജീവിതത്തിൽ പ്രസംഗ മത്സരത്തിലെല്ലാം അനേകം പ്രൈസുകൾ വാരിക്കൂട്ടിയ വ്യക്തികൾ സൺഡേ സ്കൂൾ അവസാനിച്ചു, ഉപരിപഠനത്തിന് പോയി, കുടുംബജീവിതമായി മുന്നോട്ട് പോയപ്പോൾ പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച ദൈവം തന്നിരിക്കുന്ന ടാലന്റ് ഒന്ന് വീണ്ടും പൊടിതട്ടിയെടുക്കുവാനായിട്ട് ഈ ഒരു സംരംഭം നിങ്ങൾക്ക് ഇടയായിത്തീരും. അതിന് ദൈവത്തെ പ്രത്യേകിച്ച് സ്തുതിക്കാം. ഇതിനുവേണ്ടി പ്രവർത്തിച്ചവര്, ഇതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന അഭിമന്യ ഐസക് മാർ ഒസ്താത്യോസ് തിരുമേനി, സ്നേഹമുള്ള തോമസ് അച്ഛൻ, യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ജിത്തു കുര്യൻ, ഇവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന യൂത്ത് അസോസിയേഷൻ പ്രവർത്തകര്, അവരുടെ ഇടയിൽ, അതോടൊപ്പം തന്നെ പരിശുദ്ധ സഭയുടെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഓരോ യുവാവിനും ഓരോ യുവതിക്കും എന്ത് ചെയ്യാനായിട്ട് കഴിയും? പ്രസംഗ വിഷയം തന്നെ ഏറ്റവും മഹത്വം ആർജിക്കുന്നതാണ്. പരിശുദ്ധ സഭയിൽ യുവാക്കൾക്കുള്ള പങ്ക് എന്താണ്? ഈ പ്രസംഗത്തിന്റെ മാർക്കിടുന്ന സമയത്ത് ഒത്തിരി പ്രതിസന്ധി ഉണ്ടായിരുന്നു.
ബൈബിളിൽ നിന്നും ലോകത്തിൽ നിന്നും എല്ലാം എടുത്ത് വളരെ ഭംഗിയായിട്ട് തന്നെ അതിനെ അവതരിപ്പിക്കുവാനായിട്ട് എല്ലാ മത്സരാർത്ഥിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ലഭിച്ച ഒരു ഭാഗ്യമാണ്. ഓൺലൈനിലൂടെ പലരും ഈ പ്രോഗ്രാമുകൾ കണ്ടു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ സഹപ്രവർത്തകരോട്, സഭയിലുള്ള യുവാക്കന്മാര് യുവതികളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു അവസരം കൂടി നമുക്ക് ലഭിച്ചു. ഇപ്പോൾ ഇതിന്റെ ഫലപ്രഖ്യാപനം നടത്തുന്ന ഈ സന്ദർഭത്തിൽ ഒരു സംഭവം ഇങ്ങനെ ഓർക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ TV തുറന്നപ്പോൾ ഒരു പ്രോഗ്രാം ഇങ്ങനെ കണ്ടു. ഒരു ഗെയിമാണ്. ഒരു തടാകത്തിൽ വലിയ റബ്ബർ ബലൂണുകൾ, വലിയ പന്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഈ പന്തിൽ ചവിട്ടി ചവിട്ടി അക്കരെ കടന്നാൽ മാത്രമേ അവന് സമ്മാനം ലഭിക്കുകയുള്ളൂ. വെള്ളത്തിലായതുകൊണ്ട് ഈ പന്തിൽ ചവിട്ടുമ്പോൾ തന്നെ താന്നു പോകും. ഫസ്റ്റ് വരുന്നവൻ ചാടി താഴെ വെള്ളത്തിലോട്ട് വീണു. പിന്നീട് വന്നവർ പകുതി എത്തിയപ്പോൾ വെള്ളത്തിൽ വീണു. അതിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് അവർ വെള്ളത്തിൽ വീണു. ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയവരും. അതിന്റെ അവസാനത്തിൽ കാണാൻ കഴിഞ്ഞൊരു കാര്യം, ഒന്നാമത് ചാടിയപ്പോൾ വെള്ളത്തിൽ വീണവനും അവസാനം കരയ്ക്കെത്തിയ വിജയിയും ഒരുപോലെ സന്തോഷിക്കുന്നത് കാണാനായിട്ട് ആ ഗെയിമിന്റെ അവസാനം കാണാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു ഗെയിം അല്ല ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധ സഭയിൽ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, എന്റെ ഉത്തരവാദിത്തം എന്താണെന്നൊരു ചിന്ത നിങ്ങളിൽ പലരിലും ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇടയായിട്ടുണ്ട്. ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചവരെ പ്രത്യേകം ഓർക്കുകയാണ്. ഇപ്പോൾ ഇതിന്റെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. ഫസ്റ്റ് പ്രൈസ് സെന്റ് മേരീസ് ജാക്കോബറ്റ് സിറിയൻ സുനോറോ പാട്രിയാർക്കൽ കത്തീഡ്രൽ ഷാർജ പള്ളി ഇടവക അംഗമായിരിക്കുന്ന സൗമ്യ എൽദോസ് ആണ് ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. സെന്റ് സ്റ്റീഫൻ ജാക്കോബറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് അബുദാബി ഇടവക അംഗമായിരിക്കുന്ന വിജി പോളിനാണ് സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. സെന്റ് മേരീസ് ജാക്കോബറ്റ് സിറിയൻ സുനോറോ പാട്രിയാർക്കൽ കത്തീഡ്രൽ ഷാർജ പള്ളി ഇടവക അംഗമായിരിക്കുന്ന ലിനി മറിയം തോമസിനാണ് തേർഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. എല്ലാ വിജയികൾക്കും, പ്രത്യേകിച്ച് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ മത്സരാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തഴക്കവും പഴക്കവും ചെന്ന സീനിയർ വിഭാഗത്തിന്റെ എലക്യൂഷൻ അതിമനോഹരമായിരുന്നു, അതിഗംഭീരമായിരുന്നു. ഇതിൽ വിജയിച്ച എല്ലാ മത്സരാർത്ഥികൾക്കും അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ നേരുകയാണ്. Thank you very much, Father Bijoy Arakudi, for announcing the results. Next item of നമ്മൾ ഏതാ അനൗൺസ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ സീനിയറിലെ കഴിഞ്ഞിരിക്കുന്നത്. ഇനി എലക്യൂഷൻ സൂപ്പർ സീനിയർ വിഭാഗത്തിന്റെ മത്സരഫലം പ്രഖ്യാപിക്കുന്നതിനായിട്ട് റവറൻഡ് ഫാദർ ഷിബു കുറ്റിപ്പറച്ചേൽ, സ്പിരിച്വൽ ഡയറക്ടർ ഓഫ് MSOT എറണാകുളം ആൻഡ് ദ ഡയറക്ടർ ഓഫ് കൃപാലയ ഗൈഡൻസ് സെന്റർ കാലിക്കറ്റ്, അച്ഛനെ ഞങ്ങൾ ഇതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുവാൻ സാദരം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവമക്കളെ, റിയൽ വിക്ടറി ഈസ് ബ്രേക്കിംഗ് അവർ പ്രീവിയസ് റെക്കോർഡ്സ്. യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് നമ്മുടെ മുൻകാല റെക്കോർഡുകളെ ഭേദിക്കുന്നതാണ്. വാസ്തവത്തിൽ മത്സരത്തിൽ വിജയിച്ചോ എന്നതിനേക്കാൾ മർമ്മപ്രധാനമായ കാര്യം ജീവിതത്തിൽ
കഴിവുകളെ വികസിപ്പിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ്. സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് അസോസിയേഷൻ UAE മേഖലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓൺലൈൻ ടാലൻറ്റ് ഫെസ്റ്റ്, മഹോത്സോ സീസൺ ഫസ്റ്റ്, അത്തരത്തിൽ നമുക്ക് പ്രയോജനപ്രദമായ ഒരു വേദി ക്രമീകരിക്കുകയായിരുന്നു. ക്രിസ്തീയ ജീവിതം, സന്തോഷകരമായ ജീവിതം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സൂപ്പർ സീനിയർ വിഭാഗത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്ത ഓരോരുത്തരും അവരുടെ കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ പരിശ്രമിച്ചു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഈ മത്സരത്തിൽ വിജയികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതിനേക്കാൾ ഇതിൽ പങ്കെടുത്തവർ കാണിച്ച ആത്മാർത്ഥതയും താല്പര്യവുമാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. ഒരു മത്സരം എന്ന നിലയിൽ 1, 2, 3 സ്ഥാനങ്ങൾ കണ്ടെത്തി എന്ന് മാത്രമേയുള്ളൂ. ഇത്തരം ഒരു ഫലം പ്രഖ്യാപിക്കുവാൻ അവസരം തന്ന എല്ലാവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുകയും, ഈ ഓൺലൈൻ ടാലൻറ്റ് ഫെസ്റ്റിൽ 1ാം സമ്മാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഷിനി ലാലോ, സെന്റ് ഗ്രിഗോറിയോസ് ജാക്കബിറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്, റാസൽ കൈമ ആണ്. രണ്ടാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്നത് എബ്രഹാം വർഗീസ്, സെയിൻറ്റ് ജോർജ് യാക്കബിറ്റ് സിറിയൻ ഓർത്തഡോക്സ്, സിംഹാസന കത്തീഡ്രൽ, അലൈൻ. മൂന്നാം സമ്മാനം സ്വന്തമാക്കിയിരിക്കുന്നത് ബിനു മാത്തുണ്ണി, സെയിൻറ്റ് പീറ്റേഴ്സ് ജാക്കബിറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്, ഫിജൈറ എന്നീ ദൈവമക്കളാണ്. ഒന്നും 2, 3 സ്ഥാനം കരസ്ഥമാക്കിയ ഈ ദൈവമക്കൾ 3 പേരെയും ഹൃദയത്തിൽ തൊട്ട് അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും അറിയിക്കുന്നതിനോടൊപ്പം ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഒരു മത്സരം സംഘടിപ്പിക്കുവാനും എല്ലാവരുടെയും ജീവിതത്തിൻ്റെ കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്ത യുവജന പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരെയും മുക്തകണ്ഠം അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. തുടർന്നും ഇതുപോലെ അനേകം നല്ല പ്രോഗ്രാമുകൾ കാഴ്ചവെക്കുവാൻ, ആയതിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹപൂർവം, ഷിബു അച്ഛൻ. കൺഗ്രാറ്റുലേഷൻസ് ടു സൂപ്പർ സീനിയേഴ്സ്. സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയണം. എന്താണെന്നറിയോ മനോജ്, ഏജ് വാസ് നോട്ട് എ ബാരിയർ. എന്തൊരു ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഗുഡ് പാർട്ടിസിപ്പേഷൻ ഓൾസോ. പ്രായം അവർക്കൊരു ക്രൈറ്റീരിയ ആയിരുന്നില്ല. കാരണം ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ അവർ കാണിച്ച താല്പര്യം അല്ലെങ്കിൽ അവരുടെ ആ പ്രതിബദ്ധത, അത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് ജഡ്ജസും ഇത് കണ്ടവർക്കും കൃത്യമായിട്ട് മനസ്സിലായിരിക്കുന്നത്. പ്രത്യേകിച്ച് അവർക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഈ മത്സരത്തിന് ഫലം പ്രഖ്യാപിച്ച റവറൻഡ് ഫാദർ ഷിബു കുറ്റിപ്പറച്ചിൽ അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. മിക്കി, ഒരു കാര്യം പറയാമോ? ഇതിന്റെ ജഡ്ജായി വന്നത്, ഈ പ്രസംഗ മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ തന്നെ ഇതിന്റെ വിധി നിർണ്ണയിക്കുവാനായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയതും ഇതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്തവരുമെല്ലാം സഭയിലെ
നല്ല പ്രാസംഗികരാണ്. അവരുടെ പ്രസംഗം ഇത് കേട്ടിട്ടുള്ളവർക്കറിയാം. അതുപോലെ തന്നെ പല മേഖലകളിലും അവര് ആ പ്രസംഗ പാഠവം അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം അവരെ ഇനിയും മുമ്പോട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും പ്രിയപ്പെട്ട വൈദികർക്ക്. താങ്ക് യു വെരി മച്ച്. മാലാഖ വൃന്ദങ്ങൾ ദൈവത്തിന് സ്തുതിസ്തോത്ര ഗീതങ്ങൾ, ആരാധനാ ഗീതങ്ങൾ പാടി ആലപിക്കുമ്പോൾ ആ മഹത്വം ഒന്ന് വേറെ തന്നെയാണ്. സുറിയാനി സഭയുടെ പാരമ്പര്യം അനുസരിച്ച് എല്ലാ കൂദാശകളിലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ആരാധനാ ഗീതങ്ങൾ. ശ്രേഷ്ഠ പിതാക്കന്മാർ എത്രയോ മനോഹരമായി അർത്ഥവത്തായി എഴുതിയിരിക്കുന്ന ആ വരികൾ ഇന്നും ഈ സമൂഹം നെഞ്ചേറ്റി പാടുകയാണ്. ദൈവത്തോടുള്ള സ്തുതിയും സ്തോത്രവും ആത്മാവിൽ ആരാധിക്കുമ്പോൾ ആ ഗാനങ്ങൾ ഗായക സംഘത്തിൻ്റെയും അവിടെ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും നാവിൽ നിന്ന് ഒരേ സ്വരത്തിൽ വരുമ്പോൾ അതിൻ്റെ മഹത്വം ഒന്ന് വേറെ തന്നെയാണ്. സ്വർഗീയ അനുഭൂതി ആ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ആരാധനാഗീതം അത്രയും പ്രാധാന്യമർഹിക്കുന്നതാണ്. ആരാധനാഗീതം എന്ന വിഭാഗത്തിലെ മത്സരത്തിൻ്റെ ഫലപ്രഖ്യാപനമാണ് ഇനി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. മിക്കി, ആദ്യമായിട്ട് ഏത് വിഭാഗത്തിൻ്റെയാണ് മത്സരഫലം പ്രഖ്യാപിക്കുവാൻ പോകുന്നത്? Let's begin with sub-junior level, and let's welcome a very well-known and famous music teacher. Her name is none other than Judge Mrs. Annie B. Cherian. ദൈവത്തിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് അസോസിയേഷൻ UAE മേഖലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓൺലൈൻ ടാലന്റ് ഫെസ്റ്റ് മൗഹബ്സോ സീസൺ 1 അതിന്റെ റിസൾട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് ആരാധനാ ഗീതം സബ് ജൂനിയർ കുട്ടികളുടെ റിസൾട്ട്. ഫസ്റ്റ് പ്രൈസ് ക്രിസ് തോമസ് അഭിലാഷ്, സെന്റ് മേരീസ് ജാക്കോബൈറ്റ് സിറിയൻ സുനോറോ, ഭദ്രക്കൽ കത്തീഡ്രൽ, ഷാർജ. Congrats, Chris Thomas. Second prize, Nitzana Susan Abin, More Ignatius Jacobite Syrian Orthodox Cathedral, Dubai. Congrats, Isana. Third prize, Ezra Marian George, St. Gregorius Jacobite Syrian Orthodox Church, Ras Al Khaimah. Congrats, Ezra. Okay, thank you. വാശിയേറിയ മത്സരമായിരുന്നു ആ കുഞ്ഞു കുട്ടികൾ ആരാധനാ ഗീതത്തിലൂടെ കാഴ്ചവെച്ചത്. ഒന്നിനൊന്ന് മെച്ചമായ ടീമുകൾ. എത്ര മാധുര്യമേറിയ ശബ്ദത്തിലൂടെയാണ് അവർ ആ സ്തുതി ഗാനങ്ങൾ ആലപിച്ചത്. വളരെ മനോഹരമായിരുന്നു. ഈ സബ് ജൂനിയർ വിഭാഗത്തിലെ ആരാധനാ ഗീതങ്ങൾക്ക് സമ്മാനം ലഭിച്ച എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ അഭിനന്ദനം അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you very much, Mrs. Annie B. Cherian, for announcing the results. Next വിഭാഗത്തിന്റെ ഏത് അനൗൺസ്മെന്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ സബ് ജൂനിയർ അല്ലേ കഴിഞ്ഞത്. ഇനി ജൂനിയർ വിഭാഗത്തിന്റെ ആരാധനാ ഗീതത്തിന്റെ ഫലപ്രഖ്യാപനമാണ്. ഈ ഫലം പ്രഖ്യാപിക്കുവാനായിട്ട് റവറൻഡ് ഫാദർ സാബു പാറയ്ക്കൽ, മോർ ഇഗ്നാത്തിയോസ് ചർച്ച്, മേക്കാട്, അങ്കമാലി ഡയോസിസ് അച്ഛനെ ഞങ്ങൾ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഇതിന്റെ ഫലം പ്രഖ്യാപിക്കുവാനായിട്ട്. ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് അസോസിയേഷൻ UAE മേഖലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓൺലൈൻ ടാലന്റ് ഫെസ്റ്റ് മൗഹബ്സോ സീസൺ ഫസ്റ്റ് ആരാധനഗീതം ജൂനിയർ വിഭാഗത്തിലെ വിജയികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ആരാധനഗീതം എന്ന മത്സരമായതുകൊണ്ട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സുറിയാനി സഭയുടെ ആരാധനയും അനുഷ്ഠാനങ്ങളും പകർത്താത്ത ഒരു ക്രിസ്ത്യൻ സഭയും ഇന്ന് ലോകത്തിലില്ല. സകല ക്രിസ്ത്യൻ സഭകളുടെയും തറവാടും
മാതാവുമാണ് സിറിയൻ ഓർത്തഡോക്സ് സഭ. ഈ പുരാതന സഭയിലെ അംഗങ്ങളായിരിക്കാൻ കഴിഞ്ഞതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം. എൻ്റെ ചുമതലയിലേക്ക് പ്രവേശിക്കട്ടെ. ആരാധന ഗീതം ജൂനിയർ വിഭാഗത്തിലെ ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് ഹന്ന ജോസ് ആൻഡ് സെൻറ് മേരീസ് ജാക്കോബിറ്റ് സിറിയൻ സൂനോറോ പാത്രിയർക്കൽ കത്തീഡ്രൽ ഷാർജ. സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ലിയ അന്ന മാണി, സെൻറ് മേരീസ് ജാക്കോബിറ്റ് സിറിയൻ സൂനോറോ പാത്രിയർക്കൽ കത്തീഡ്രൽ ഷാർജ. തേർഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ആൻഡ്രിയ സൂസന്ന പോൾ, സെൻറ് സ്റ്റീഫൻസ് ജാക്കോബിറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്, അബുദാബി. ആരാധനഗീതം ജൂനിയർ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Congratulations, junior winners, to each one of you for your participation. ഈ ജൂനിയർ വിഭാഗം ആരാധനാ ഗീതത്തിന്റെ ഫലം പ്രഖ്യാപിച്ച റവറൻഡ് ഫാദർ സാബു പാറക്കലിനോടുള്ള ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. സ്നേഹപൂർവ്വം താങ്ക് യു വെരി മച്ച് റവറൻഡ് ഫാദർ സാബു പാറക്കൽ. വിക്കി, അടുത്തത് ഏത് വിഭാഗമായിരിക്കും? സീനിയർ ലെവൽ ആരാധന ഗീതത്തിലെ സീനിയർ ലെവലിലെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാനായിട്ടായി ലെറ്റ്സ് വെൽക്കം റെവറൻഡ് ഫാദർ മനു ബേബി, പാലക്കാട്, സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ്, കോലഞ്ചേരി. ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് അസോസിയേഷൻ UAE സോണലിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടതായ ഓൺലൈൻ ടാലൻറ്റ് ഫെസ്റ്റ് സീസൺ 1 വളരെ ശ്രേഷ്ഠമായ രീതിയിൽ തന്നെ നടത്തപ്പെട്ടു. പ്രത്യേകിച്ച് ആരാധനാഗീത മത്സരങ്ങൾ, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലെ മത്സരങ്ങൾ കാണുവാനായിട്ട് എനിക്കിടയായി. വളരെ മനോഹരമായി, വളരെ ശ്രേഷ്ഠമായി, ആത്മാർത്ഥമായി എല്ലാവരും അതിൽ പങ്കെടുത്തു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായ കാര്യം എന്തെന്നാൽ, പലരും പങ്കെടുത്തതായ പല ആളുകളും ഡ്യൂട്ടി സമയങ്ങളിൽ പോലും, അവരുടെ ഡ്യൂട്ടി സമയങ്ങളിൽ പോലും യൂണിഫോം ധരിച്ചുകൊണ്ട് കിട്ടുന്നതായ ആ ഇടവേളകളിൽ, ബ്രേക്കിൻ്റെ സമയങ്ങളിൽ പോലും ഡ്യൂട്ടി ചെയ്യുന്ന യൂണിഫോം ഇട്ടുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുത്തതായ ഒരു അവസ്ഥ കാണുവാനായിട്ടിടയായി. വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ അർത്ഥം ഇതിൽ പങ്കെടുത്തവരെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഇതിനോട് സമീപിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും എല്ലാവർക്കും ഒന്നാം സ്ഥാനത്തെത്തുവാനായിട്ട് സാധിക്കത്തില്ല. പങ്കെടുത്ത ആളുകളിൽ ഏറ്റവും മികച്ച നിലവാരം പുലർത്തിയ ആളുകളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്ന പാരമ്പര്യമാണ്, ചരിത്രമാണല്ലോ നമുക്കുള്ളത്. അത് എല്ലാ മത്സരങ്ങളിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെയും അപ്രകാരം പങ്കെടുത്ത ആരും മോശക്കാരല്ല. എല്ലാവരും ആത്മാർത്ഥമായിട്ട് അതിനകത്ത് പങ്കെടുത്തു. എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പ്രോത്സാഹിപ്പിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എന്നാൽ ചെറിയ ചെറിയ പോരായ്മകൾ, ചെറിയ പ്രത്യേകിച്ച് ആരാധനാഗീത മത്സരങ്ങളിലൊക്കെയും നമുക്ക് അതിനകത്ത് പല കാര്യങ്ങളും നോക്കേണ്ടതായിട്ടുണ്ട്. സഭയുടെ രാഗങ്ങളിലെ ബേസിക്കായിട്ടുള്ള ആ രാഗങ്ങൾ, അതിനോട് താതാമ്യം പുലർത്തുന്നതായ കാര്യങ്ങൾ, ഇതൊക്കെയും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ട്രഡീഷണലായിട്ടുള്ള ആ രാഗങ്ങൾ, അതുപോലെ ലയവും ഭാവവും, പാടുന്ന ആരാധനാഗീതത്തോടുള്ള ആ ഭക്തിയും അതുപോലെ ആത്മാർത്ഥതയും ഡെഡിക്കേഷനും ഒക്കെയും കണക്കിലെടുത്തുകൊണ്ടാണ് പിന്നെ സാധാരണ നോക്കുന്നത് പോലെ അതിൻ്റെ ശ്രുതിയും താളവും ഒക്കെ നോക്കിയാണ് മാർക്കിടുന്നത്.
ഇപ്പോൾ എല്ലാവരും ഓവറോളായിട്ട് എല്ലാവരെയും ഒന്ന് മാർക്കിട്ട് കഴിയുമ്പോൾ ഇവിടെ സീനിയർ വിഭാഗത്തിൽ, ആരാധനാഗീതം സീനിയർ വിഭാഗത്തിൽ വിജയികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. അത് ഞാനിപ്പോൾ നിർവഹിക്കുകയാണ്. അതിനു മുമ്പ് ഇപ്രകാരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച UAE മേഖലയുടെ യൂത്ത് അസോസിയേഷൻ സംഘാടകരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ദേവാലയങ്ങളിലെ വികാരിമാരെ, വൈദികരെ, യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരെ, പങ്കെടുത്ത എല്ലാവരെയും, ഇതിനെ പ്രോത്സാഹിപ്പിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും. ഇപ്പോൾ ആരാധനാഗീതം സീനിയർ മഹോത്സവ സീസൺ 1 ടാലൻറ്റ് ഫെസ്റ്റിൻ്റെ ഭാഗമായി നടത്തപ്പെട്ട ആരാധനാഗീത മത്സരം സീനിയർ വിഭാഗത്തിലെ വിജയികളെ പ്രഖ്യാപിക്കുകയാണ്. ആദ്യമായിട്ട് തേർഡ് പ്രൈസ് അനൗൺസ് ചെയ്യുകയാണ്. ആരാധനാഗീതം സീനിയർ വിഭാഗത്തിൽ 3ാം പ്രൈസ് സ്ഥാനം ലഭിച്ചിരിക്കുന്നത്, തേർഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് ബിബിൻ പോത്തൻ, സെന്റ് ജോർജ് യാക്കോബിറ്റ് സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ അലൈൻ ഇടവകാംഗം ബിബിൻ പോത്തനാണ് തേർഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് മോറിഗ്നേഷ്യസ് ജാക്കബിറ്റ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ ജബാൽ അലി ദുബായ് ഇടവാംഗം സിൻറ്റു ജോണിക്കാണ് സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. മൗഹബ്സ സീസൺ 1 ആരാധനാഗീതം സീനിയർ വിഭാഗത്തിലെ ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് സെന്റ് ജോർജ് ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ അലൈൻ ഇടവാംഗം സ്റ്റീവ സൂസൻ സാമുവൽ ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നു. സ്റ്റീവ സൂസൻ സാമുവേൽ ഫസ്റ്റ് പ്രൈസ്, സിൻഡു ജോണി സെക്കൻഡ് പ്രൈസ്, ബിബിൻ പോത്തൻ തേർഡ് പ്രൈസ്. വിജയികളായവരെ അഭിനന്ദിക്കുന്നു. പ്രോത്സാഹിപ്പിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരാരും മോശമായിട്ട് പങ്കെടുത്തു എന്നല്ല, എല്ലാവരും ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തു. എവിടെയൊക്കെയാണ് പാകപ്പിഴകൾ വന്നിരിക്കുന്നത്? ഈ ആരാധനാഗീതം എന്ന് പറയുന്നത് ഒരിക്കൽ പാടി അത് തീരുന്ന സംഭവമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരാധനാഗീതത്തിൻ്റെ പാകപ്പിഴകൾ എന്തെങ്കിലുമൊക്കെ എവിടെയാണ് പാകപ്പിഴകൾ പറ്റിയിട്ടുള്ളത് എന്നൊക്കെയും ചോദിച്ചതിൻ്റെ സംശയങ്ങളൊക്കെ നിവാരണം ചെയ്ത് അതിൻ്റെ ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ട്. അത് കാരണം ആരാധനാഗീതം എന്ന് പറയുന്നത് മത്സരത്തിന് വേണ്ടി മാത്രം പാടുന്നതല്ല, നമ്മുടെ ആരാധനകളിൽ പ്രാർത്ഥനകളിൽ നിത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് അത് തിരുത്തിക്കൊണ്ട്, എന്തെങ്കിലും പാകപ്പിഴകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇടയാകണം എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി സിറിയൻ ക്രിസ്ത്യൻ യൂത്ത് അസോസിയേഷൻ UAE മേഖലയുടെ എല്ലാ സംഘാടകരോടുമുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പ്രോത്സാഹിപ്പിച്ച എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള മഹനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ തക്കവണ്ണം സഭാസംബന്ധമായി സഭയുടെ യശസ് ഉയർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ആരാധനാഗീതങ്ങളുടെ മാറ്റ് കൂടിക്കൂടി വരികയാണ്. സബ് ജൂനിയേഴ്സ്, ജൂനിയേഴ്സ്, സീനിയേഴ്സ് ലെവലിലെല്ലാം. ഇപ്പോൾ ഈ സീനിയർ ലെവലിലെ ആരാധനാഗീതത്തിൽ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ ഞങ്ങൾ ആത്മാർത്ഥമായി നേരുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. Congratulations to all winners of senior ആരാധനാഗീതം. Reverend Father Manu Baby Palakkad, thank you very much for announcing the results. Next ഏത് ലെവലാ അനൗൺസ്മെന്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അടുത്തത് മിക്കി സൂപ്പർ സീനിയർ വിഭാഗത്തിന്റെ ആരാധനാഗീതത്തിന്റെ മത്സര ഫലമാണ് പ്രഖ്യാപിക്കുവാൻ പോകുന്നത്. ഈ മത്സരത്തിന്റെ ഫലം പ്രഖ്യാപിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, സോക്കിയുടെ വൈസ് പ്രസിഡന്റ്
Reverend Father Jolly Thomas, Vicar, St. Stephen's Jacobite Syrian Orthodox Church, Abu Dhabi. Let us welcome Reverend Father Jolly Thomas to announce the results. ദൈവത്തിന് സ്തുതി. സോഖിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഓൺലൈൻ ടാലൻറ്റ് ഫെസ്റ്റിൻ്റെ മൗഹബ് സോയുടെ സൂപ്പർ സീനിയേഴ്സ് ആരാധന ഗീതത്തിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു കൊച്ചുമോൾ ജോജി, സെൻറ്റ് മേരീസ് ജാക്കബൈറ്റ് സിറിയൻ കത്തീഡ്രൽ, ഷാർജ. സെക്കൻഡ് പ്രൈസ് സോബി കുര്യൻ, സെൻറ്റ് ജോർജ് ജാക്കബൈറ്റ് സിറിയൻ കത്തീഡ്രൽ, അലൈൻ. തേർഡ് പ്രൈസ് ബീന ബേബി, മോർ ഇഗ്നേഷ്യസ് ജാക്കബൈറ്റ് സിറിയൻ കത്തീഡ്രൽ, ദുബായ്. ഇതിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും അതോടൊപ്പം തന്നെ സമ്മാനാർഹരായ എല്ലാ ആളുകളെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും അവർക്ക് ലഭിക്കുമാറാകട്ടെ. Super Seniors, super performance. Congratulations to all the winners. അതുപോലെ തന്നെ സൂപ്പർ സീനിയേഴ്സിന്റെ ഫലം പ്രഖ്യാപിച്ച റവറൻഡ് ഫാദർ ജോളി തോമസിനോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. Thank you very much, Reverend Father Jolly Thomas. Thank you very much. സംഗീതം സകല ചരാചരങ്ങളിലും അടങ്ങിയിട്ടുള്ള ഒരു കലയാണ്. ഭൂമിയിലെ മാനവരാശി 99% ജനങ്ങളും സംഗീതം ആസ്വദിക്കുന്നവരാണ്. ദൈവം ആ താലന്ത് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഒരു ഗാനം മൂളാത്തതോ പറയാത്തതോ പാടാത്തതോ ആയിട്ട് ഒരാൾ പോലും ലോകത്തുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇനി സംഗീതം അതും ഭക്തിഗാനമാവുമ്പോൾ അതിൻ്റെ മഹനീയത വീണ്ടും കൂടുകയാണ്. സംഗീത വിഭാഗത്തിലെ ഡിവോഷണൽ സോങ് അതിൻ്റെ മത്സര ഫലപ്രഖ്യാപനത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. നിങ്ങളേവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇനി ഏത് വിഭാഗത്തിന്റെ റിസൾട്ടാണ് ആദ്യം പ്രഖ്യാപിക്കുവാൻ പോകുന്നത്? Let's begin with devotional song sub-junior level. Let's invite Reverend Father John Katiparampil. He is the founder member of Syrian Orthodox Church Youth Association, UAE Zone. ദൈവത്തിന് സ്തുതി. സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് അസോസിയേഷൻ UAE സോൺ സോക്കിയ ഓരോ വർഷവും അതിൻ്റെ വളർച്ചയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ മാധ്യമത്തിലൂടെ ഒരു സംഗീത മത്സരം സോക്കിയ സോണലിന് നടത്തുവാൻ സാധിച്ചു. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഏവരെയും അനുമോദിക്കുന്നു. ഒപ്പം ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന അഭിനന്ദ പിതാവായ ഐസക് മൊറസ്താത്യോസ് മെത്രാപ്പോലീത്ത തിരുമേനിയെയും ഇതിന് ചുക്കാൻ പിടിക്കുന്ന എത്രയും വന്യനായ യൂത്ത് അസോസിയേഷന്റെ സോണലിലെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട തോമസ് ജോളി അച്ഛനെയും പ്രിയപ്പെട്ട ജിത്തു സോണൽ സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടെ ഓർത്ത് അനുമോദിക്കുന്നു. ഒപ്പം സോണൽ കമ്മിറ്റി ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നിൽ അർപ്പിതമായിരിക്കുന്ന ചുമതല ഡിവോഷൻ സോങ് സബ് ജൂനിയർ ഐറ്റംസിൽ പങ്കെടുത്തവരുടെ ഫലപ്രഖ്യാപനം നടത്തുക എന്നുള്ളതാണ്. അതിലേക്ക് ഞാൻ കടക്കട്ടെ. മൂന്നാം സമ്മാനം പങ്കിടുന്നത് 2 നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ചേർന്നാണ്. ഒന്നാമത്തെ ആള് MDSJ 014 ഇസ്ര മറിയം ജോർജ്, സെന്റ് ഗ്രിഗോറിയോസ് ജേക്കബറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് റാസൽ കൈമ. രണ്ടാമത്തെ ആൾ MDSJ 097
നിസാന സൂസൻ എബിൻ, മോർ ഇഗ്നാത്യോസ് ജേക്കബറ്റ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ. രണ്ടാമത്തെ സമ്മാനവും പങ്കിടുന്നത് 2 കുഞ്ഞുങ്ങൾ ചേർന്നാണ്. ഒന്നാമത്തേത് MDSJ 029 ലിനോന ജോഷുവ, സെന്റ് ജോർജ് ജേക്കബറ്റ് സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ അലൈൻ. രണ്ടാമത്തെ ആള് MDSJ 039 അയാന അനിൽ മാണി, സെന്റ് മേരീസ് ജേക്കബറ്റ് സിറിയൻ സൂനോറോ പാട്രിക്കൽ കത്തീഡ്രൽ ഷാർജ. ഒന്നാം സമ്മാനത്തിന് അർഹയായിരിക്കുന്നത് MDSJ 076 ക്രിസ് തോമസ് അഭിലാഷ്, സെന്റ് മേരീസ് ജേക്കബറ്റ് സിറിയൻ സൂനോറ പാട്രിക്കൽ കത്തീഡ്രൽ ഷാർജ. പങ്കെടുത്തവരെയും വിജയികളെയും എല്ലാം അനുമോദിക്കുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ ഭാവി ജീവിതങ്ങളെയും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി സന്തോഷത്തോടെ സ്വന്തം ജോൺ കാട്ടിൽ പറമ്പിലച്ചൻ. മനോഹരമായി ഹൃദ്യമായി സംഗീതം ആലപിച്ച കുരുന്നു പ്രതിഭകൾക്ക് എല്ലാവിധ ആശംസകളും. മത്സരത്തിൽ വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ ഞങ്ങൾ നേരുകയാണ്. വളരെ മനോഹരമായിട്ട് പാടി. ദൈവം അനുഗ്രഹിക്കട്ടെ. കീപ് ഇറ്റ് അപ്പ്. Reverend Father John Kattiparambil, thank you very much for announcing the results. Next, നമ്മൾ ഏതിന്റെ announcement ആ ചെയ്യുന്നത് മനോജ്? അടുത്തത് ഡിവോഷണൽ സോങ്സ് ജൂനിയേഴ്സ്. അതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുവാനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം മിസ്റ്റർ ബെന്നി ചെറിയാൻ, ഡയറക്ടർ ഓഫ് കെനോറോ മ്യൂസിക് ഡിവിഷൻ ഓഫ് ജാക്കബറ്റ് സിറിയൻ ക്രിസ്ത്യൻ ചർച്ച്. And he is also the director of Chords Academy, Examination Center of Trinity College, London. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് അസോസിയേഷൻ UAE മേഖലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓൺലൈൻ ടാലന്റ് ഫെസ്റ്റ് മഹോത്സവ് സീസൺ 1 പ്രവാസി മലയാളി ക്രിസ്ത്യാനികളുടെ സഹകരണവും കൂട്ടായ്മയുമാണ് എനിക്ക് കാണുവാൻ സാധിച്ചത്. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ പറയുന്നത് ഡിവോഷണൽ സോങ്സ് ജൂനിയറിന്റെ റിസൾട്ടാണ്. 3ാം സ്ഥാനത്തിന് അർഹയായിരിക്കുന്ന 2 പേരാണ്. ഒന്ന് ലൈസ ജോഷുവ, സെന്റ് ജോർജ് ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ അലൈൻ. 3ാം സ്ഥാനം പങ്കിട്ടിരിക്കുന്ന ഒരാൾ കൂടിയുണ്ട്. മെറിൽ സൂസൻ മാത്യു, സെന്റ് ജോർജ് ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ അലൈൻ. രണ്ടാം സ്ഥാനത്തിന് അർഹയായിരിക്കുന്നത് ഹന്ന ജോ ആൻഡ് സെന്റ് മേരീസ് ജാക്കോബൈറ്റ് സിറിയൻ സൂനോറോ പാത്രിയർക്ക കത്തീഡ്രൽ ഷാർജ. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 1ാം സ്ഥാനത്തിന് അർഹയായിരിക്കുന്നത് ലിയ അന്ന മാണി, സെന്റ് മേരീസ് ജാക്കോബൈറ്റ് സിറിയൻ സൂനോറോ പാത്രിയർക്ക കത്തീഡ്രൽ ഷാർജ. ഇതിൽ സമ്മാനം നേടിയ എല്ലാവരെയും അഭിനന്ദിക്കുന്ന കൂടെ ഇത് സംഘടിപ്പിച്ച യൂത്ത് അസോസിയേഷൻ പ്രവർത്തകരോടും എന്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം. Junior level winners, what a beautiful performance. Congratulations to each and one of you. ഇതിന്റെ ഫലം പ്രഖ്യാപിച്ച ശ്രീ ബെന്നി ചെറിയാനോടുള്ള ഞങ്ങളുടെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച് മിസ്റ്റർ ബെന്നി ചെറിയാൻ. ഇനി ഏത് വിഭാഗത്തിന്റെയാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്? Devotional songs
senior level. Let us welcome Judge Reverend Father Dr. Jacob Joseph, lecturer of St. Athanasius Theological College, University of Divinity, Melbourne, Australia. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മൗഹബ്സോ സീസൺ 1 ഓൺലൈൻ ടാലൻറ്റ് ഫെസ്റ്റിൻ്റെ സീനിയർ സംഗീത വിഭാഗത്തിലെ വിജയികളെ പ്രഖ്യാപിക്കുവാനായി ബലഹീനായ എന്നെ തിരഞ്ഞെടുത്തതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിനായി സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് അസോസിയേഷൻ UAE സോണലിൻ്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് അഭിമന്യ പിതാവായിരിക്കുന്ന ഐസക് മൊറസ്താത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസിനോടും വൈസ് പ്രസിഡൻ്റായി ശുശ്രൂഷിക്കുന്ന തോമസ് ജോളി അച്ഛനോടും സെക്രട്ടറിയായി ശുശ്രൂഷിക്കുന്ന ജിത്തു കുര്യനോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ആരാധനാ സംഗീതത്തിലൂടെ നമ്മെ സ്വർഗീയ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഭദ്രാസനത്തിൻ്റെ ചുമതലയിലായിരിക്കുന്ന അഭിമന്യ പിതാവ് സംഗീതത്തോട് ഇത്രമാത്രം അടുത്തു നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ നടക്കുന്ന ഈ ടാലൻറ്റ് ഫെസ്റ്റിൽ സംഗീതത്തിന് വളരെ പ്രാധാന്യം നൽകിയെന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. സംഗീതം ദൈവത്തിൻ്റെ ദാനമാണല്ലോ. എല്ലാം സംഗീതത്തിലൂടെ തന്നെ, ഈ പ്രപഞ്ചം തന്നെ സംഗീതത്തിലൂടെ തന്നെ യാത്ര ചെയ്യുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവെന്ന് നാം പലപ്പോഴും പാടാറുണ്ടല്ലോ. തരംഗിണിയിലൂടെ പണ്ട് കേട്ടതായ ഒരു ഗാനം യേശുദാസ് ആ ഭാഗത്തെ നന്നായി പാടുന്നത് എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നുണ്ട്. ആ വരികൾ ഇങ്ങനെയാണ്: മാനത്തു ചിമ്മുന്ന താരങ്ങളും വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളും, മാനത്തു ചിമ്മുന്ന താരങ്ങളും വെള്ളത്തിൽ നീന്തുന്ന മത്സ്യങ്ങളും, മുറ്റത്തു പൂക്കുന്ന പൂമുല്ലയും, സർവേശ്വരാ നിന്നെ വാഴ്ത്തിടുന്നു, ദൈവമേ നിൻമുഖം കാണുവാനാ. ഇങ്ങനെ പാടുന്ന ആ ഗാനത്തിൽ സർവവും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ആയതുകൊണ്ട് ഈ അനുഗ്രഹീതമായ ഫെസ്റ്റിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും ആദ്യമേ തന്നെ ആശംസകൾ നേരുന്നു. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ താലന്തുകൾ നന്നായി വിനിയോഗിച്ചു എന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത്. എല്ലാ ഗാനങ്ങളും അതിമനോഹരമായിരുന്നു. നന്നായി നിങ്ങൾ ആ ഗാനങ്ങളെല്ലാവരും ആലപിച്ചു. എന്നാൽ ഈ പ്രകൃതിയിലെ സംഗീതം പോലെ എല്ലാ സംഗീതത്തെയും നാം പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ചില സംഗീതത്തോട് നാം ഒരുപക്ഷെങ്കിൽ ഓരോ ക്രമത്തിൽ നാം വെക്കുന്നത് പോലെ 1, 2, 3, 4 എന്നീ ക്രമത്തിൽ നിങ്ങളുടെ പേരുകൾ ആ സംഗീതം കേട്ടതിന് ശേഷം ഞാൻ എഴുതിയിരുന്നു. ആ എഴുതിയിരിക്കുന്ന ക്രമം വായിക്കുവാനായിട്ടാണ് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. 1, 2, 3 ക്രമങ്ങൾ, അല്ലെങ്കിൽ നാം സാധാരണ പറയുന്ന തേർഡ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, ഫസ്റ്റ് പ്രൈസ് എന്നിവയാണ് ഞാൻ ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ മറ്റ് പങ്കെടുത്ത എല്ലാവരും, എഴുതിയിരിക്കുന്ന എല്ലാവരും, പാടിയ എല്ലാവരും നന്നായിരുന്നു എന്നുള്ളതുകൊണ്ട് അവർക്കാദ്യമേ ആശംസകൾ നേരുന്നു. ഞാൻ എൻ്റെ ഇന്ന് കർത്തവ്യമായിരിക്കുന്ന ഈ ഫലപ്രഖ്യാപനത്തിൽ നിങ്ങൾക്കൊരിക്കൽ കൂടെ ആശംസകൾ നേരുമ്പോൾ നിങ്ങളുടെ സംഗീത ജീവിതം ഏറ്റവും അനുഗ്രഹമാകട്ടെ, മനോഹരമായി തീരട്ടെ, സംഗീതത്തോട് ചേർന്ന് നിങ്ങളുടെ ജീവിതം നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മൂന്നാമത്തെ പ്രൈസ് അല്ലെങ്കിൽ തേർഡ് പ്രൈസ് കിട്ടിയ ആളുകളുടെ പേര് വിവരം മുഴുവൻ തുടങ്ങി ഞാൻ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമേ തന്നെ രേഖപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തേർഡ് പ്രൈസ് വിജയികൾ 2 പേരാണ്. അവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പറയുന്നു. MDS 018 എബിൻ എബ്രഹാം, സെൻറ്റ് ജോർജ് ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ, അലൈൻ. And third prize is sharing with MDS 020 Duma Joshua, St. George Jacobite Syrian Orthodox Simhasana Cathedral, Alain.
എല്ലാവിധ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സെക്കൻഡ് പ്രൈസ് വിജയികൾ അഥവാ സെക്കൻഡ് പ്രൈസ് വിജയികൾ ഇല്ല, വിജയി. രണ്ടാമത്തെ പ്രൈസ് ലഭിക്കുന്നത് MDS 010 അതുല്യ ജോർജി, സെൻറ്റ് സ്റ്റീഫൻസ് ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്, അബുദാബി. അതുല്യ ജോജിക്ക് ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ സംഗീത ജീവിതവുമായി മുമ്പോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Now the first prize. Can you guess the name? I know you are now waiting for that particular name. First prize winner. I'm going to announce the name. The first prize goes to MDS. And now MDS 019 Steva Susan Samuel, St. George Jacobite Syrian Orthodox Simhasana Cathedral, Align. ദൈവം സ്റ്റീവയെയും അനുഗ്രഹിക്കട്ടെ. സംഗീത ജീവിതം ഏറ്റവും മനോഹരമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ. ഒരിക്കൽ കൂടെ ഇന്ന് വിജയികളായവരും ഈ സംഗീതത്തിൽ പങ്കെടുത്തവരുമായ നിങ്ങളെ എല്ലാവരെയും ദൈവത്തിൻ്റെ അനുഗ്രഹകരമായ കരങ്ങൾ കൊണ്ട് തുടർന്നും നിങ്ങളുടെ സംഗീത ജീവിതം നന്നായി പോകുവാനും അത് പരിശുദ്ധ സഭയ്ക്ക് ഏറ്റവും മാറ്റുകൂട്ടുവാനും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. UAE സോൺ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഇത്രമാത്രം സംഗീതം സ്നേഹിക്കുന്നവരും സംഗീതത്തിൻ്റേതായ അലയടി ഉയരുന്ന എല്ലാ ദേവാലയങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കുവാൻ, സംഗീത ജീവിതത്തിലൂടെ പരിശുദ്ധ സഭയ്ക്ക് വലിയ പേര് ലഭിക്കുവാൻ, പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അഭിമന്യ പിതാവായ ഒസ്താത്യോസ് തിരുമേനിയുടെ അനുഗ്രഹീത ശബ്ദം പോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ നൽകുന്ന അവസരം അനുഗ്രഹത്തിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈ ഒരു അവസരം തന്നതിനാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളിൽ പലർക്കും എന്നെ അറിയാം. നിങ്ങളെന്നെ സജി അച്ഛൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫാദർ ജേക്കബ് ജോസഫ്, പള്ളിക്കോട്, കോട്ടയം. താങ്ക് യു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച സീനിയർ വിഭാഗത്തിലെ എല്ലാ മത്സര വിജയികൾക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. മനോഹരമായ ഗാനമായിരുന്നു എല്ലാവരും ആലപിച്ചത്. വിജയികൾക്ക് ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ. A hearty thanks, Reverend Father Dr. Jacob Joseph. Thank you for announcing the results. Next announcement ഇനി സൂപ്പർ സീനിയേഴ്സ് ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും സൂപ്പർ സീനിയേഴ്സിന്റെ സൂപ്പർ പെർഫോമൻസിന്റെ റിസൾട്ടാണ് ഇനി അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഈ റിസൾട്ട് അനൗൺസ് ചെയ്യുവാനായിട്ട് നമ്മൾ ക്ഷണിക്കുന്ന അതിഥി അല്ലെങ്കിൽ ജഡ്ജ് റവറൻഡ് ഫാദർ സേവേറിയോസ് തോമസ്, സുപ്പീരിയർ ഓഫ് മാർ ഗ്രിഗോറിയോസ് സിറിയൻ ഓർത്തഡോക്സ് ദേറ. പക്ഷേ അച്ഛന് ഇപ്പോൾ അതിലും വളരെ പ്രശസ്തനാണ്. മീഡിയകളിലും ചാനലുകളിലുമെല്ലാം ഗാനങ്ങൾ ആലപിച്ച വളരെ പ്രശസ്തനായ സുപരിചിതനായ ബഹുമാനപ്പെട്ട അച്ഛനെ ഞങ്ങൾ ഇതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുവാനായിട്ട് സാദരം സസ്നേഹം ക്ഷണിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ നമസ്കാരം. സേവേറിയോസ് അച്ഛനാണ്. സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് അസോസിയേഷൻ UAE സോണലിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഓൺലൈൻ ടാലൻറ്റ് ഫെസ്റ്റ് മഹോത്സവ് സീസൺ 1 എന്ന പ്രോഗ്രാമിന് എല്ലാവിധമായ ആശംസകളും എല്ലാ ഭാവങ്ങളും അതിന് ആദ്യം നേരുകയാണ്. മത്സരത്തിൻ്റെ ഫലപ്രഖ്യാപനം നിർവഹിക്കുകയാണ്. ഡിവോഷണൽ സോങ് സൂപ്പർ സീനിയർ വിജയികളുടെ ഫലം അറിയിക്കട്ടെ. ഫസ്റ്റ് പ്രൈസ് ബീന ബേബി, മോർ ഇഗ്നേഷ്യസ് ജക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ, ദുബായ്. സെക്കൻഡ് പ്രൈസ് ഷിജു കോയിക്കൽ, സെന്റ് ഗ്രിഗോറിയോസ് ജേക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച്, റാസ് അൽ ഖൈമ. And third prize,
കൊച്ചുമോൾ ജോജി, സെൻറ് മേരീസ് ജക്കബൈറ്റ് സിറിയൻ സൂനോറോ പാട്രിയാർക്കൽ കത്തീഡ്രൽ, ഷാർജ. ഈ മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളായ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാ ആശംസകളും അവർക്ക് നേരുന്നു. ഒപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും അവരെയും അനുമോദിക്കുന്നു. കാരണം ഒരു മത്സരമാകുമ്പോൾ നമുക്കറിയാം അതിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഫലപ്രഖ്യാപനം നടത്തുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ളത് ചില ആളുകൾക്ക് മാത്രം ലഭിക്കും. എന്നാൽ എല്ലാവരും പാട്ടുകാരാണ്. നമുക്കെല്ലാം ദൈവം നമ്മുടെ അവൻ്റേതായ താലന്തുകൾ നൽകിയിട്ടുണ്ട്. ദൈവം നമുക്ക് നൽകിയ താലന്തുകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് വിനിയോഗിക്കുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ സാധിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നല്ല സംരംഭങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുതിയ ഇനിഷ്യേറ്റീവുകൾ ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട്. ഇതിനുവേണ്ടി അല്പമായി അധികമായി പ്രവർത്തിച്ച എല്ലാവരെയും അനുമോദിക്കുന്നു. എല്ലാ ഭാവങ്ങളും എല്ലാവർക്കും ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ്. Congratulations, Super Seniors and winners. Commendable performance. Again, age is not a barrier. They proved it. മിക്കി, അറിയാവോ, പ്രത്യേകിച്ച് ഇതിന്റെ സംഘാടകര് നമ്മളോട് പറഞ്ഞത് ഈ സൂപ്പർ സീനിയേഴ്സിന്റെ പെർഫോമൻസ്, അതിലേക്ക് അവരെടുക്കുന്ന ആ താല്പര്യം, ആ അർപ്പണ മനോഭാവം, അതിനാണ് വില കൊടുക്കേണ്ടത്. ഒരു പ്രശ്നവുമില്ലാതെ കൂളായിട്ട് വന്ന്, അത് പാട്ടാണെങ്കിൽ പാട്ട്, പ്രസംഗമാണെങ്കിൽ പ്രസംഗം, ആരാധനാഗീതമാണെങ്കിൽ ആരാധനാഗീതം, ഇനിയും ഐറ്റംസ് ഉണ്ടായിരുന്നെങ്കിൽ അതിലും അവർ പങ്കെടുക്കുമായിരുന്നു. ആ ഊർജം അത് എല്ലാവർക്കും നൽകുന്ന ഒരു ഊർജമാണ്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. Father Severios Thomas, a hearty thanks to you for announcing the results of the Super Seniors. സേവറിയോസ് തോമസ് അച്ഛൻ്റെ ഗാനരംഗത്ത് അല്ലെങ്കിൽ ആ ജീവിതത്തിൽ ഇനിയും ഒത്തിരി ഗാനങ്ങൾ പാടുവാനായിട്ട് ദൈവം അവസരവും ആയുസ്സും ആരോഗ്യവും നൽകട്ടെ. ഇത് സ്വീകരിക്കുവാനും ഇത് ആസ്വദിക്കുവാനുമായിട്ട് ഞങ്ങൾ എന്നും ഉണ്ടാകും. സർവശക്തനായ ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിന്നേഴ്സിന്റെ അനൗൺസ്മെന്റ് എല്ലാം തീർന്നോ? റിസൾട്ട് അനൗൺസ്മെന്റ് ഏകദേശം തീർന്നിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, ഏത് മത്സരങ്ങളിലും ഉള്ളതുപോലെ ഈ കലാപ്രതിഭകളിൽ നിന്ന് ഒരു അതുല്യ പ്രതിഭയെ തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇതിനകത്തും ഇതിന്റെ സംഘാടകർ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിലെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡുകൾ ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ എല്ലാ കാറ്റഗറിയിലും. കാരണം ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു, വാശിയേറിയ മത്സരമായിരുന്നു. ദൈവം നൽകിയ താലന്തുകൾ എല്ലാവരും മാറ്റുരച്ചു. ആ എല്ലാ പ്രതിഭകളെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഈ 4 വിഭാഗത്തിലായിട്ട് മത്സരിച്ച 3 കാറ്റഗറിയിലെ ഏറ്റവും നല്ല പെർഫോമർ അവാർഡ് പ്രഖ്യാപിക്കുവാനായിട്ട് സോക്കിയുടെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് റവറൻഡ് ഫാദർ ജോളി തോമസിനെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. റവറൻഡ് ഫാദർ ജോളി തോമസ്, ഓവർ ടു യു. സോഖിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഓൺലൈൻ ടാലന്റ് ഫെസ്റ്റിന് മോഹോത്സവ് സീസൺ 1 ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ്, ഓരോ കാറ്റഗറിയിലെയും ബെസ്റ്റ് പെർഫോമൻസ് അവാർഡിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത്. സബ് ജൂനിയർ വിഭാഗത്തിൽ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് ക്രിസ് തോമസ് അഭിലാഷ്. ജൂനിയർ വിഭാഗത്തിൽ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് ലിയ അന്ന മാണി ആൻഡ് ഹന്ന ജോ ആൻഡ്. സീനിയർ വിഭാഗത്തിൽ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് സ്റ്റീവ സൂസൻ സാമുവൽ. സൂപ്പർ സീനിയർ വിഭാഗത്തിൽ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് കൊച്ചുമോൾ ജോജി ആൻഡ് ബീന ബേബി.
സഹോദരങ്ങളെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. Congratulations. Best Performance Awards. The winners' results for sub-juniors goes to Chris Thomas Abhilash. ജൂനിയർ വിഭാഗത്തിൽ ലിയ അന്ന മണി ആൻഡ് ഹന്ന ജോ ആൻ. Senior level Best Performance Award goes to Steva Susan Samuel. സൂപ്പർ സീനിയർ വിഭാഗത്തിൽ ഈ അവാർഡുകൾ പോയിരിക്കുന്നത് കൊച്ചുമോൾ ജോജി ആൻഡ് ബീന ബേബി. അഭിനന്ദനങ്ങൾ. ഇനി എന്തെങ്കിലും അനൗൺസ്മെന്റ്സ് ബാക്കിയുണ്ടോ? ഉണ്ടല്ലോ. മൗഹബ്സോ 2020യുടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ആർക്കൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആ വിഭാഗത്തിന്റെ അനൗൺസ്മെന്റിലേക്ക് നാം ആരെയാണ് ക്ഷണിക്കുന്നത്? Inviting Reverend Father Thomas Jolie. ദൈവത്തിന് സ്തുതി. സിറിയൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് അസോസിയേഷൻ UAE സോണലിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഓൺലൈൻ ടാലൻറ്റ് ഫെസ്റ്റ് മൗഹബ്സോ സീസൺ 1ൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ പ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ അറിയിക്കുകയാണ്. കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ ഏറെ പ്രതികൂലമായ സാഹചര്യം ആയിരുന്നു എങ്കിലും എല്ലാ വിഭാഗത്തിലെയും ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ തക്കവണ്ണമാണ് മൗഹബ്സോ അണിയിച്ച് ഒരുക്കിയത്. എല്ലാ ദേവാലയങ്ങളിൽ നിന്നും എല്ലാ വിഭാഗത്തിലെയും ധാരാളം ആളുകൾ ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. പങ്കെടുത്ത എല്ലാ ആളുകളെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. മൗഹബ്സോ സീസൺ 1ൻ്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ അനൗൺസ് ചെയ്യുകയാണ്. സെക്കൻഡ് റണ്ണറപ്പ് കരസ്ഥമാക്കിയിരിക്കുന്നത് 2 ദേവാലയങ്ങൾ ചേർന്ന് പങ്കിട്ടിരിക്കുകയാണ്. സെക്കൻഡ് റണ്ണറപ്പ് മോർ ഇഗ്നേഷ്യസ് ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ ദുബായ് ആൻഡ് സെന്റ് ഗ്രിഗോറിയോസ് ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് റാസൽ കൈമ. ഫസ്റ്റ് റണ്ണറപ്പ് കരസ്ഥമാക്കിയിരിക്കുന്നത് സെന്റ് മേരീസ് ജാക്കബൈറ്റ് സിറിയൻ സൂനോറോ പാട്രിയർക്കൽ കത്തീഡ്രൽ ഷാർജ. ചാമ്പ്യൻഷിപ്പ് ഓഫ് മൗഹബ്സ സീസൺ 1 സെന്റ് ജോർജ് ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ അലൈൻ. ഈ എല്ലാ ദേവാലയങ്ങളെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കരുണയാൽ സോക്കിയയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട മൗഹബ്സോ സീസൺ 1 ഇപ്പോൾ ഇതിൻ്റെ പരിസമാപ്തിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകളെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ കോവിഡിൻ്റെ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇത് ഏറെ അനുഗ്രഹകരമാക്കി തീർത്ത, ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർ, ഇതിന് ജഡ്ജസ്, അതോടൊപ്പം ഇതിനു വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത എല്ലാ ആളുകളെയും ഈ അവസരത്തിൽ നന്ദിയോടുകൂടി ഓർക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഉദ്വേഗഭരിതമായ ആ നിമിഷങ്ങളും അവസാനിച്ചു. വാശിയേറിയ മത്സരത്തിലെ ചാമ്പ്യൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ വിജയികൾക്കും എല്ലാ ടീമിനും ഞങ്ങളുടെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സെക്കൻഡ് റണ്ണറപ്പ് മോർ ഇഗ്നേഷ്യസ് ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് കത്തീഡ്രൽ ദുബായ് and Saint Gregorios Jacobite Syrian Orthodox Church Ras Al Khaimah. അതുപോലെ തന്നെ ഫസ്റ്റ് റണ്ണറപ്പ് ചാമ്പ്യൻഷിപ്പ് ഗോസ് ടു സെന്റ് മേരീസ് ജാക്കബൈറ്റ് സിറിയൻ സൂനോറോ പാട്രിയർക്കൽ കത്തീഡ്രൽ ഷാർജ. അഭിനന്ദനങ്ങൾ. Championship team of Mawhabso Season 1 ആരാണ്? അത് നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ അനൗൺസ് ചെയ്തതാണ്. സെന്റ് ജോർജ് ജാക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് സിംഹാസന കത്തീഡ്രൽ അലൈൻ.
Mahopso 2020 champions, Alain team. Congratulations. മഹോത്സവ് ഓൺലൈൻ ടാലന്റ് ഫെസ്റ്റ് സീസൺ 1 റിസൾട്ട് പ്രഖ്യാപനം കഴിഞ്ഞിരിക്കുകയാണ്. വിജയികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും സോക്കിയുടെ പേരിൽ അറിയിച്ചുകൊള്ളട്ടെ. സോക്കിയുടെ പ്രയാണം ഇവിടെ അവസാനിക്കുന്നില്ല. ഈ അവസരത്തിൽ UAE പാത്രിക വികാറും സോക്കിയ പ്രസിഡന്റുമായിരിക്കുന്ന അഭിവന്ധ്യ ഐസക് മാർ ഒസ്താത്യോസ് മെത്രാപ്പോലിത്തയോടുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊള്ളട്ടെ. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തു തന്ന UAEയിലെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നുമുള്ള എത്രയും ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാർ, യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി, യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ, അതുപോലെ തന്നെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, സമാജം പ്രവർത്തകർ, ഇവരോടുള്ള എല്ലാവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. നമ്മുടെ ഈ ഫെസ്റ്റിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് തന്നെയാണ്. പ്രഗത്ഭരായ അനുഭവ സമ്പത്തുള്ള നല്ലൊരു ജഡ്ജിങ് പാനൽ ആണ് നമുക്ക് ഈ ഓൺലൈൻ ടാലന്റ് ഫെസ്റ്റിന് ലഭിച്ചത്. അവരുടെ കഠിനാധ്വാനം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അവരോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും സോക്കിയുടെ പേരിൽ ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളട്ടെ. ഈ ഫെസ്റ്റ് ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്താൻ സഹായിച്ചത് ഇതിന്റെ ബാക്ക് ബോൺ ആയിരിക്കുന്ന ടെക്നിക്കൽ ടീം തന്നെയാണ്. അവരുടെ എഫേർട്ട് പറയാതിരിക്കാൻ വയ്യ. അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ പ്രത്യേകം അറിയിച്ചുകൊള്ളുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അവതാരകർ ശ്രീ മനോജ് ആൻഡ് മിക്കി, അവരോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ടാലന്റ് ഫെസ്റ്റിന്റെ വിജയികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊള്ളുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. സോക്കിയുടെ ഇനിയുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന്റെ നാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ നൂറ്റാണ്ടിലെ ഈ മഹാമാരിയുടെ ഈ കാലഘട്ടത്തില് തളരാതെ പതറാതെ ആത്മധൈര്യം സമ്പാദിച്ചുകൊണ്ട് സോക്കിയയുടെ ഈ വർഷത്തെ മഹോത്സവ് 2020യോട് സഹകരിച്ച എല്ലാ ആൾക്കാരോടും ഉള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഇത് ഒരു നീണ്ട പ്രക്രിയയായിരുന്നു. കുറെ നാളത്തെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു രീതിയിൽ ഇതിന് ഒരു അന്ത്യം കുറിക്കുവാനായിട്ട് സാധിച്ചത്. ഈ പ്രോഗ്രാം ആദ്യം മുതൽ ഇതുവരെ കണ്ടിരുന്ന നിങ്ങളെല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. Sub-juniors, juniors, seniors, super seniors, participation counts. Thank you very much from the bottom of our hearts for your participation, for the time and effort that you put into this. സോക്കിയ UAEയുടെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ ഏവരുടെയും സഹകരണവും സഹായവും സോക്കിയ പ്രതീക്ഷിക്കുകയാണ്. ഇനിയും ഏത് സാഹചര്യത്തിലാണെങ്കിലും അതിനെ അതിജീവിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ നാം നിന്നുകൊണ്ട് ഇതിനെയെല്ലാം നമ്മൾ ധൈര്യപൂർവ്വം നേരിടും. ശാന്തിയും സമാധാനവും നിറഞ്ഞ പുലരികൾ മാത്രമാവട്ടെ ഇനി നമ്മുടെ പ്രതീക്ഷ. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ. താങ്ക് യു.